ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വിജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജുകളും വാർത്തകളൊക്കെ വരാറുണ്ട്. നമ്മൾ പലപ്പോഴും അതെന്താ പറയുക, നമ്മളതിൻ്റെ സത്യാവസ്ഥ അറിയാണ്ട് ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഒരുപാട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് 5-6 ഗ്രൂപ്പിലോട്ടൊക്കെ ഒറ്റയടിക്ക് ഷെയർ ചെയ്യാറുണ്ട്. നമ്മളെന്താ പറയുക, നമുക്കൊരു ഇഷ്ടപ്പെട്ട ന്യൂസ് ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഷെയർ ചെയ്യും. എന്നാൽ ആ ഒരു ന്യൂസ് സത്യമാണെന്ന് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. അങ്ങനെ നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ഫേക്ക് ന്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് ഫോട്ടോ രൂപത്തിൽ വരുന്ന ന്യൂസുകളൊക്കെ നമുക്ക് ഫേക്ക് ആണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ഈ ഒരു ചാനലുകൊണ്ട് തീർച്ചയായും ഒരു ഉപകാരം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് വാട്സാപ്പിൽ എനിക്ക് അയച്ച ഒരു ഫോട്ടോയാണ്. ഈ ഒരു ഫോട്ടോ എൻ്റെ ഫ്രണ്ട് ഒരു വാട്സാപ്പിൽ അയച്ചതാണ്. അപ്പോൾ അവനിതാരോ അയച്ചു കൊടുത്തതാണ്. അവൻ നേരെ എനിക്ക് അയച്ചു തന്നു. അതിൻ്റെ സത്യാവസ്ഥയൊന്നും അവൻ അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്, ടൈറ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം ബന്ദിപ്പൂർ വനത്തിൽ കാട്ടുതീയിൽപ്പെട്ട മുയൽ. അപ്പോൾ ഇവിടെ കാട്ടുതീയൊക്കെ ഉണ്ട്, നമ്മൾ വിശ്വസിക്കും ഇവിടെ കാട്ടുതീയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ പെട്ട മുയലാണെന്നൊക്കെ നമ്മൾ വിശ്വസിക്കും. അപ്പോൾ സത്യത്തിൽ ഈ ഇങ്ങനെ ഒരു ഫോട്ടോ വന്നു കഴിയുമ്പം ഇത് ആ ബന്ദിപ്പൂർ വനത്തിൽപ്പെട്ടത് തന്നെയാണോ എന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, അത് ഒറിജിനൽ ആണോ എന്ന് അറിയണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലൊരു ആപ്ലിക്കേഷൻ കിട്ടും. ആപ്ലിക്കേഷൻ്റെ പേര് ഇതാണ്, സെർച്ച് ബൈ ഇമേജ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി, സെർച്ച് ബൈ ഇമേജ് എന്ന്. അതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഹോം സ്ക്രീൻ ആയിരിക്കും വരിക. ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ടാവും. ആ പ്ലസ് ചിഹ്നത്തിൽ അപ്പോൾ ആ ഒരു പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടേക്ക് ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് ഗാലറി എന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇമേജ് ഗാലറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ വാട്സാപ്പിൽ നിന്നും ഡൗൺലോഡായ ആ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ ഇവിടെ ഉണ്ടാവും. ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഒരു സെർച്ചിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്യുക, ഇമേജ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവർ ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ അതിന് ശേഷം ആ ഒരു ഇമേജിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇതവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും, ദ ഫയർ ഇൻ കാലിഫോർണിയ. അതായത് കാലിഫോർണിയയിലെ ഒരു തീപിടുത്തത്തിൽ സംഭവിച്ച ആ ഒരു പിക്ചറാണത്. അതാണ് നമ്മൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും വാട്സാപ്പിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ നമ്മുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളൊരു ന്യൂസ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫേക്ക് ന്യൂസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മളായിട്ട് മറ്റുള്ളവർക്കൊരു ഫേക്കായിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക തെറ്റായ ഒരു വിവരം നൽകുന്നതിനെക്കാട്ടും നല്ലത് നമ്മളത് നൽകാതിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം അങ്ങനെ ഒരു ന്യൂസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.